രാജു സ്വന്തം മകളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൻ രാജുവിനെ അവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പറിച്ചു മാറ്റിയെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. പതിയെ പതിയെ രാജുവിനോട് അവൻ അടുപ്പം കാണിച്ചു തുടങ്ങി. അവസാനം എല്ലാം ഇവിടം വരെ എത്തി. ദീപകേ, നീ തളരരുത്, മനസ്സ് മടുക്കരുത്. ഈ റിസപ്ഷൻ നടക്കാൻ അനുവദിക്കരുത് മോനെ, മുടക്കണം. രാജുവിനെ പ്രതാപന്റെ മുന്നിൽ നാണം കെടുത്തണം. അതൊക്കെ നടക്കും അമ്മേ. എല്ലാ സാഹചര്യങ്ങളും അവൻ അനുകൂല. ഭാഗ്യവും അവന്റെ കൂടെ. പിന്നെ ഭാഗ്യം, സാഹചര്യങ്ങളെല്ലാം അവനെതിരാക്കാൻ നിനക്കും എനിക്കും കഴിയാതെ പോയി. ഇത്രയും നാളും നമ്മൾ ഇട്ടതിന്റെ ഇരട്ടി എഫേർട്ട് ഇടണം. എങ്ങനെയും ഈ റിസപ്ഷൻ മുടക്കണം. മുടക്കണ്ടേടാ. അംബികയും മകനും കഴിവില്ലാത്തവരാണോടാ ദീപകെ? അല്ലമ്മേ, നമുക്ക് ഈ റിസപ്ഷൻ മുടക്കണം. ഒരു സൈഡിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിനയം, ഇവിടെ വീട്ടിലാണെങ്കിൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് അടുത്ത പുകില്. ഞാൻ എന്ത് ചെയ്യാനാ രാജു? റിസപ്ഷൻ തീരുമാനിച്ചത് ഞാനാണോ? അച്ഛനല്ലേ? റിസപ്ഷൻ നടത്താൻ താല്പര്യമില്ലെങ്കിൽ അത് അച്ഛനോട് രാജുന് തുറന്നു പറയായിരുന്നില്ലേ? പിന്നെ എന്റെ ജീവിതത്തിലെല്ലാം നടക്കുന്നത് എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടാണല്ലോ അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ട് ഈശ്വര എന്നോട് ഈ പരീക്ഷണം? ഋതിക മേഡത്തിന് നെറ്റില സിന്ദൂരം തൊട്ടൽ എന്തായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ രാജു വെറുതെ എന്നോട് ചാടിക്കയറുന്നേ? ഞാൻ നെറ്റിലെ സിന്ദൂരം ഇടുന്നത് രാജുന് ഇഷ്ടായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. നീ എന്താ ഈ കാണിക്കുന്നേ? ഋതിക മേഡത്തോടാണോ കൈ ചൂണ്ടി സംസാരിക്കുന്നേ? ചേച്ചി ഇങ്ങനെ ഒച്ച വെക്കല്ലേ, അച്ഛനമ്മയും കേൾക്കും. ഓ, നീ പിന്നെ ഇവിടെ നിന്ന് പതിയാണല്ലോ സംസാരിച്ചതല്ലേ? അയൽവക്കത്തുള്ളവർക്കൊക്കെ കിടന്നുറങ്ങാനുള്ളതാ, വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. എന്താ പ്രശ്നം? എന്താ പ്രിയേ? പ്രശ്നം എന്താണെന്ന് മോനോട് തന്നെ ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഋതിക മേഡത്തിനോട് കിടന്ന് ചാടുമായിരുന്നു. എന്റെ ദൈവമേ, സത്യമാണോടാ ഞാൻ കേൾക്കുന്നേ? അമ്മേ, അത് നീ മോളോട് ദേഷ്യപ്പെട്ടോ? എന്താ ഋതിക മാഡം, എന്താ പ്രശ്നം? ഈശ്വരാ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഞാനെപ്പോഴും പറയാറുള്ളതല്ലേ രാധമ്മേ, നമ്മുടെ മകന് രാജയോഗം ഉണ്ടാവുന്നു. വർമ്മ സാർ ഇവരുടെ കല്യാണം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു എന്നല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം? ഓ, എനിക്ക് തൃപ്തിയായി.